അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, SKSSF കാട്ടിച്ചിറക്കൽ ശാഖയുടെ മജ്ലിസുൻ നൂർ 10ാമത് വാർഷികവും അൽഹംദുലില്ലാഹ് സഹചാരി റിലീഫ് സെല്ലിന്റെ 9ാമത് വാർഷികവും ആംബുലൻസ് സമർപ്പണവും ദുആ മജ്ലിസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കാലാവസ്ഥ അത്ര നല്ല അനുകൂലമൊന്നുമല്ല, നല്ല തണുപ്പുണ്ട്. നിങ്ങൾ തന്നെ ഷട്ടറൊക്കെ ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ തണുപ്പില്ലാത്ത നാട്ടിൽ നിന്ന് വന്ന എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ സുഖമില്ലാതെ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ മക്കാമിലൊന്ന് വരണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നിയത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ആ മക്കാമിന്റെ മുമ്പിൽ തന്നെ ഇൻഷാ അല്ലാഹ് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ആ ഒരു കാവലും സഹായവും സ്നേഹവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഇരുന്ന് വഅദ് പറയണമെന്ന് ആഗ്രഹം. പക്ഷേ മഹാന്മാരുടെ മഖാമിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരമേ ഉള്ളൂ. എല്ലാവരും, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഇത്രയും ദൂരം സഞ്ചരിച്ച് കറിയാൻ ചുരത്തിലൊക്കെ നല്ല തിരക്കായത് കാരണം ഒരുപാട് കറങ്ങി തിരിഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാഹ് സമയത്ത് ഇവിടെ എത്തി. അല്ലാഹു നമ്മളുടെ ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ എല്ലാം പുറത്താണെങ്കിൽ നല്ല കച്ചവടം നടക്കാം, കുട്ടികളുടെ കച്ചവടം. നല്ല കാര്യം കൊണ്ടോ. ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയ എല്ലാവരുടെ ശബ്ദവും അതിന്റെ കുട്ടിക്കലാശത്തിലും അതിന്റെ വിജയ ആഘോഷത്തിലൊക്കെ എല്ലാവരുടെ ശബ്ദം പോയെന്ന് തോന്നുന്നു. അള്ളാഹു ഈ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ഇടങ്ങേറുകളും അല്ലാഹുവേ, എല്ലാവിധ ശർറു മുസീബത്തുകളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ തമ്പുരാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്ക്. അൽഹംദുലില്ലാഹ് കുറച്ചു സമയം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ 9:25 ഞാൻ 11 മണിക്ക് മുമ്പ് നിർത്തണം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്നത്ര. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റോഡിൽ നിൽക്കണ ചങ്ങായിമാരൊക്കെ, എൻ്റെ പൊന്നു കാക്കാമാരെ, ഒന്ന് ഇരുന്നോളി. അള്ളാഹു തരുമ്പോഴേ ഒരു അവസരമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അള്ളാഹു തരുന്ന ഒരു അവസരം, സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വർഗത്തിലിരിക്കുക, മടുക്കുമ്പോൾ എഴുന്നേറ്റ് പോവുക. എത്രത്തോളം നിങ്ങൾ ഇരിക്കാൻ കഴിയും അത്രത്തോളം. ആ റോഡ് വണ്ടി ഓടുന്ന വഴിയാ. ആ വണ്ടി ഓടുന്ന വഴിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില പ്രയാസമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തരാമെന്ന് നബിതങ്ങൾ ചോദിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ, എന്താണ് നബിയെ?
ആ സമയത്ത് മുത്തുനബി പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലോ കമ്പോ കുപ്പിച്ചില്ലോ എന്തെങ്കിലും ഒരു സാധനം, വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് പ്രയാസകരമായ എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അത് നീ എടുത്തൊന്നു മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു വസ്തു എടുത്തു മാറ്റിയാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടി ഓടുന്ന വഴിയാ, ആ യാത്രക്കാർക്ക് ഒരാൾക്കും പ്രയാസമാകുന്നൊരവസ്ഥയിൽ നമ്മളൊന്നും നിൽക്കാതെ അള്ളാഹു നമുക്ക് സ്വർഗത്തിലിരിക്കാൻ അവസരം തരുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞത്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, ആ 2 സ്വർഗത്തിൽ ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസ. അപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇൽമു പറയുന്ന മജ്ലിസ് എന്ന് പറയുന്ന സ്വർഗം കാണുമ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് കേറിയിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മളിൽ പലർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമർ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്തിരി തടി കൂടിയാന്ന് തോന്നി. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പലരും ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒരു സ്വഹാബി അല്ലാഹുവേ അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഈ വീടിന്റെ അകത്ത് നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് സ്വർണത്തിനോടുള്ള അധികമായിട്ടുള്ള ആർത്തിയോ അത്യാഗ്രഹമോ ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ആ സ്വഹാബി ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം, ആ സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നിരുന്നെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാമായിരുന്നല്ലോ, പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ആ സദക്കയുടെ വലിയ പ്രതിഫലം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഒരു സ്വഹാബി പറഞ്ഞ്, ഈ വീടിന്റെ അകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മറ്റൊരു സ്വഹാബി പറയുകയാ, ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് രത്നങ്ങളും മാണിക്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാമായിരുന്നു. ഒരുപാട് പാവപ്പെട്ട സ്വഹാബികളുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ടല്ലോ, വിധവകളുണ്ടല്ലോ, യതീമീങ്ങളുണ്ടല്ലോ. അവർക്ക് കൊടുക്കാമായിരുന്ന പടച്ചവനെ, അതിലൂടെ എനിക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, അതാണ് എന്റെ ആഗ്രഹമെന്ന് രണ്ടാമതൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്. പടച്ചവനെ, ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങളും സ്വഹാബത്തും
സ്വഹാബത്തും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അങ്ങ് ചോദിച്ചല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് അങ്ങ് ചോദിച്ചല്ലോ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല ഖലീഫ ഉമർ തങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ആഗ്രഹം സമ്പത്ത് വാങ്ങലല്ല, സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കലല്ല, മാണിക്യങ്ങളും മുത്തുകളും എന്റെ കയ്യിൽ കിട്ടലല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? ഈ വീട് നിറയെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ഏതുപോലെ എന്നറിയുമോ? അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മിസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിലെ ചില യുവാക്കളുടെ പേര് പറയുകയാണ്. അബൂ ഉബൈദയെ പോലെ പടച്ചവനെ ഇങ്ങനെ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, അല്ലാഹ്, ഇതുപോലെ നല്ല നല്ല യുവാക്കളായ ചെറുപ്പക്കാര് ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു റബ്ബേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 2025 ഡിസംബർ അവസാനം ഒരു വർഷം നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ റജബിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉമർ തങ്ങൾ പറഞ്ഞ ഈ ചെറുപ്പക്കാരാരാണെന്നറിയോ? ആരാ ഉമർ എന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസിന് നടക്കാ പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കാറില്ല. ആ ഉമറാണ് പറയുന്നത്, കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ആ ഉമർ തങ്ങൾ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ, ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹ്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അറിയുമോ ചെറുപ്പക്കാരാ, ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ, നിനക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ആരെന്നറിയുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുമോ? സഅദ് ഇബ്നു അബീ വഖാസിനെ നിനക്കറിയുമോ? മുസ്അബ് ഇബ്നു ഉമൈറിനെ നിനക്കറിയുമോ? പടച്ചവനെ, ഇവരൊക്കെ ആരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, ഇവരൊക്കെ ആരാണെന്ന് ഇവരുടെ ചരിത്രമെന്ന് വായിച്ചു നോക്കണം പെങ്ങളെ. വായിച്ചു കഴിയുമ്പോഴാണ് അവരാരാണെന്ന് നിനക്ക് മനസ്സിലാകുന്നത്. ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് പടച്ചവനെ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അല്ലാഹുവേ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇവരാരാണെന്നറിയോ? അവരുടെ ചരിത്രം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും മുത്തുനബിയുടെ ഹദീസുകളും എടുത്ത് പഠിക്കണം പെങ്ങളെ. ഈ ചെറുപ്പക്കാരാരെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോ, അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അവരെ സമാധാനിപ്പിച്ചവരായി ചെറുപ്പക്കാര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പടച്ചവനെ, ഏഴാകാശം കടന്ന പരിശുദ്ധമായ ഖുർആൻ, അതാ ഖുർആനുമായി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വരികയാ.
അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ കടന്നു വരികയാ. അവരാരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാരാ? പഠിക്കണം യുവത്വമേ. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കണം മക്കള്. ആ ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില നന്മകളുണ്ട് സഹോദരാ. ആരാ അബൂ ഉബൈദ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, പഠിച്ചവനെ ബദർ യുദ്ധം നടക്കുകയാണ്. പഠിക്കണേ പെങ്ങള്, അബൂ ഉബൈദ ആരാണെന്ന് പഠിക്കണേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, എല്ലാവരും ശത്രുക്കളുടെ ഇടയിലേക്ക് വാള് പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അതാ നെഞ്ചും പിരിച്ചിറങ്ങി പോകുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മിണ്ടാതെ നടക്കുകയാ. എല്ലാവരും ബദറിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ആരും കാണാത്ത രീതിയിൽ, ആരും കാണാതെ ഇരിക്കാൻ പടച്ചവനെ പതുങ്ങി പതുങ്ങി ഒളിഞ്ഞൊളിഞ്ഞ് നടക്കുകയാണ്. എന്തിനാണ് ഒളിഞ്ഞു നടക്കുന്നതെന്നറിയുമോ? യുദ്ധം ചെയ്യാനുള്ള പേടി കൊണ്ടല്ല, മരിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ടല്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പിതാവായ ജറാഹ് ഉണ്ടല്ലോ, അതാ പടച്ചവനെ, തന്റെ സ്വന്തം പിതാവുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, ഒരു ശത്രുവിനോടും പിതാവ് യുദ്ധം ചെയ്യുന്നില്ല. ആ രണാങ്കണത്തിൽ കാണുന്ന ഒരു യോദ്ധാവിനോട്, ഒരു മനുഷ്യനോടും, ഒരു ശത്രുവിനോടും പിതാവ് യുദ്ധം ചെയ്യുന്നില്ല. പിതാവ് തെരഞ്ഞു നടക്കുകയാണ്. എവിടെ എന്റെ പൊന്നുമോൻ ഉബൈദ? എവിടെ എന്റെ പൊന്നുമോൻ അബൂ ഉബൈദ? എവിടെ? വാപ്പ തെരഞ്ഞു നടക്കുന്നത് മകനെയാണ്. മകനാണെങ്കിൽ വാപ്പ കാണാതെ ഒളിച്ചു നടക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? വാപ്പ ശത്രുപക്ഷത്താണ്. അല്ലാഹുവേ, മകൻ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്. അതുകൊണ്ട് പടച്ചവനെ, തന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് പോയ ഉബൈദ എന്ന് പറയുന്ന പൊന്നുമോന്റെ തലയെടുക്കാൻ, തന്റെ പൊന്നാര മകന്റെ തലയെടുക്കണമെന്നുള്ള ധാരണയിൽ പിതാവ് മകനെ തേടി നടക്കുകയാണ്. എവിടെ നോക്കിയിട്ടും തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അവസാനം വന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിൽക്കുകയാ. താൻ തിരഞ്ഞു നടന്ന തന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് വിളിക്കുന്നു, എടാ ഉബൈദ, ഇറങ്ങി വാടാ ഉബൈദ. പടച്ചവനെ, അതാ തന്റെ പൊന്നാര മകനെ വാശി പിടിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പിതാവ് ചീത്ത പറയുകയാണ്. വായി തോന്നിയ വൃത്തികേടുകൾ മുഴുവനും വിളിച്ചു പറയുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, അല്ലാ, പറയുന്നത് എന്റെ വാപ്പയാണല്ലോ, അല്ലാ, പറയാൻ അവകാശമുണ്ടല്ലോ. എന്നെ ചീത്ത വിളിക്കുന്നത് വേറെ ആരുമല്ലല്ലോ, എന്റെ വാപ്പയല്ലേ വിളിക്കുന്നത്, എന്റെ ഉപ്പയല്ലേ വിളിക്കുന്നത്. എന്റെ ഉപ്പയ്ക്ക് വിളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മിണ്ടാതെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുകയാണ്. എത്ര ചീത്ത വിളിച്ചിട്ടും തന്റെ പൊന്നാര മകൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നില്ല. അതാ പടച്ചവനെ, ഏതൊരു മനുഷ്യന്റെയും രക്തം തിളപ്പിക്കുന്ന കാര്യമാണ് മാതാവിനെ ചീത്ത പറയുക. ഏതൊരു ചെറുപ്പക്കാരനെയും പെട്ടെന്ന് വൈലന്റാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പടച്ചവനെ, ഉമ്മയെ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ലല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാപിതാവ് പറയുന്നു, എടാ അബൂ ഉബൈദ, നീ എനിക്ക് ജനിച്ചവനല്ലടാ, എനിക്ക് പിറന്നവനല്ലടാ. തന്റെ ഉമ്മയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാ.
തന്റെ മാതാവിനെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, റബ്ബേ, അദ്ദേഹം എന്റെ ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്. വാപ്പ പറയുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ആ ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല. പടച്ചവനെ സ്വന്തം ചീത്ത പറഞ്ഞു നോക്കി, സ്വന്തം മാതാവിനെ പറഞ്ഞു നോക്കി. എന്നിട്ടും അബൂ ഉബൈദ അനങ്ങാതെ വന്നപ്പോ ജറാഹിനറിയാ ദേഷ്യം പിടിപ്പിക്കാറ്. ഇനി തന്റെ പൊന്നാര മകന്റെ രക്തം തിളയ്ക്കണമെങ്കിൽ, അവന് വേദനിക്കണമെങ്കിൽ, അവന് സങ്കടപ്പെടണമെങ്കിൽ, ഇനി പറയേണ്ടത് വാപ്പയെ പറഞ്ഞാൽ അവൻ മിണ്ടാതെ ഇരിക്കും, ഉമ്മയെ പറഞ്ഞാൽ അവൻ മിണ്ടാതെ ഇരിക്കും, വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും അവൻ മിണ്ടാതെ ഇരിക്കും. പക്ഷേ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ തന്റെ പൊന്നാര മകന് സഹിക്കില്ല എന്ന് അബൂ ഉബൈദയുടെ പിതാവിനറിയാ, ജറാഹിനറിയാ. നബി തങ്ങളെ പറഞ്ഞ തന്റെ പൊന്നാര മകൻ അനങ്ങിയിരിക്കതാ അടങ്ങിയിരിക്കുമെന്നറിയാ. പടച്ചവനെ അതാ മുത്തുനബിയെ ചീത്ത പറയുകയാണ്. അബൂ ഉബൈദ ഇങ്ങനെ നിൽക്കുമ്പോ സ്വന്തം പിതാവ് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അള്ളാന്റെ റസൂലിനെ ചീത്ത പറയുകയാണ്. മുഹമ്മദേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ അവന് സ്വർഗത്തിലാണെന്ന് നിങ്ങൾ പറയുന്നല്ലോ. എങ്കിലും മുഹമ്മദേ, നിന്റെ കൂടെ നിൽക്കുന്നവനെ ഇറക്കി വിട്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. സ്വന്തം പിതാവ് നബി തങ്ങളെ ചീത്ത പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുകയാണ്, മുത്തുനബിക്ക് സങ്കടമുണ്ടാകുന്ന കാര്യം പറയുകയാണ്. പടച്ച റബ്ബേ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലങ്ങ് വിറയ്ക്കുകയാ. പടച്ചവരേ, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചാടി ഇറങ്ങുകയാണ്. അല്ലാഹുവേ, സ്വന്തം പിതാവിന്റെ മുമ്പിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ ഒന്നും കാണുന്നില്ലടോ. അതാ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സ്വന്തം പിതാവിന്റെ തലയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് നബി തങ്ങളോട് സലാം പറയുകയാ. പടച്ചവനെ, സ്വന്തം പിതാവിന്റെ തലയെടുത്തിട്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് സലാം പറയുന്നത്. നബി തങ്ങൾ മിണ്ടിയില്ലടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തലതിരിക്കുകയാണ്. അവിടെയും ഇവിടെയും മറുഭാഗത്തും അപ്പുറവും ഇപ്പുറവും പോയി നിന്നിട്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം അടക്കുന്നില്ല. കാരണം പടച്ചവനെ, പിതാവാണല്ലോ. സ്വന്തം പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നിൽക്കുകയാ. സ്വന്തം പിതാവിന്റെ തലയെടുത്തിട്ടാണ് മകൻ നിൽക്കുന്നത്. പടച്ചവനെ, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലോ ദീനോ അത് ഇഷ്ടപ്പെടുന്നില്ലടോ. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു. നബി തങ്ങൾ മിണ്ടുന്നില്ല. പഠിക്കണം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വാപ്പയെ കൊല്ലാനോ ഉമ്മയെ കൊല്ലാനോ പടച്ചവനെ മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. അല്ലാഹുവേ, ഒരു ഇല പോലും പറിച്ച് കളിക്കരുത്
കളയരുത്. ഒരു ഇലയെപ്പോലും പറിച്ച് കളയാൻ പാടില്ല. അതൊരു ജീവനാണ്. ഒരു മരം പോലും ആവശ്യമില്ലാതെ വെട്ടിമുറിച്ച് കളയാൻ പാടില്ല. അല്ലാഹുവേ, അതൊരു ജീവനാണ്. മഹാനായ നബി തങ്ങൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണമടോ. മുത്തുനബി അറിയാത്തവനാണ് പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നത്. അവനാണ് കുറ്റം പറയുന്നത്. ദീൻ വളർന്നത് വാളുകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും പടച്ചവനെ മുസ്ലിമീങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് പരിശുദ്ധമായ ദീനറിയാഞ്ഞിട്ടാ. അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാഞ്ഞിട്ടാ. പഠിക്കണം സഹോദരാ, പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത് എന്തെന്നറിയോ? ലോകത്തുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത് പടച്ചവരെ, ലോകത്തുള്ള ഒരാളെ കൊല്ലുന്നത്, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരിക്കലും ആരെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ വേദനിപ്പിക്കുവാനോ റോഡിലൂടെ നടന്നു പോകുന്നവന് തടസ്സമായി പടച്ചവന് അവന് പ്രയാസകരമായ വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് പോലും എടുത്തു കളഞ്ഞാൽ അള്ളാന്റെ ദീൻ എന്താണെന്ന് പഠിക്കൂ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്ന് പഠിക്കൂ. വഴിയിലൂടെ നടന്നു പോകുന്നവന് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്ത് കളയുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. കാരണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണോ? എന്തിനാണോ നമ്മൾ ജീവിക്കുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ ഖുർആൻ ഓതുന്നത്? എന്തിനാ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണോ? അവിടെ പോകാനാ നമ്മൾ പരിശ്രമിക്കുന്നത്, അവിടെ പോകാനാ നമ്മൾ കഷ്ടപ്പെടുന്നത്. എത്രത്തോളം നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുമെന്നറിയോ? എപ്പോഴല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾ പടച്ചവനോട് പറയും, അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ നോമ്പ് പിടിച്ചുകൊണ്ട് എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് മറക്കാതെ പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. എന്റെ വഅദ കേൾക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. ആ സ്വർഗമാണ് നബി തങ്ങൾ പറയുന്നത്. വഴിയിലൂടെ നടന്നു പോകുന്നവന് പ്രയാസകരമായ അവസ്ഥയിൽ എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അതെടുത്തു കളയുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയുമോ? ഒരു പടി കൂടെ കടന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ, ഒരു പടി കൂടെ കടിഞ്ഞപ്പുറത്തേക്ക് കടന്ന അള്ളാന്റെ റസൂല് പറയുന്നു, നീ നിന്റെ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ പറമ്പില്, നിന്റെ സ്വന്തം പറമ്പില് നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നിന്റെ വീട് പോലും നീ ഉയർത്തിക്കെട്ടാൻ പാടില്ല. എന്തേ കാരണമെന്നറിയോ? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പടച്ചവനെ കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നിന്റെ പറമ്പിൽ പോലും നിന്റെ വീട് ഉയർത്തിക്കെട്ടല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എടോ പരിശുദ്ധമായ ദീനങ്ങനാ സഹോദരാ, സ്വന്തം പിതാവിനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. അവിടുന്ന് സംഭവിച്ചു പോയടോ നബിതങ്ങളോടുള്ള സ്നേഹം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോ അവിടുന്ന് താങ്ങാൻ പറ്റിയില്ല, അവിടുന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമാണല്ലോ. അതുകൊണ്ട് പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സലാം മടക്കാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സു വേദനിച്ചു. പെങ്ങളെ, അബൂബൈദയ്ക്ക് സങ്കടമായി. ചെറുപ്പക്കാരാ, ആ
ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അവിടത്തെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടുന്ന് ഓതുകയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുകയാ, നബിയേ നബിയേ സലാം അടക്കു നബിയേ, സലാം അടക്കു നബിയേ. വാപ്പയെക്കാൽ, ഉമ്മയെക്കാൽ, ഭാര്യയെക്കാൽ, മക്കളെക്കാൽ, കൂടപ്പറപ്പിനെക്കാൽ, സ്വന്തം ജീവനെക്കാൽ അങ്ങയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം അടക്കാൻ പറയുമ്പോ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ആരെയും കൊല്ലാനല്ല, ആരെയും പീഡിപ്പിക്കാനല്ല, ആരെയും വേദനിപ്പിക്കാനല്ല. പിന്നെ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ? ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയോ? ചില ചെറുപ്പക്കാരങ്ങനെയാ, ചില ഈമാനുള്ളവരങ്ങനാ. അവരുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടാൽ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടാ അവർക്ക് സഹിക്കൂലടോ, അവർ പ്രതികരിച്ചു പോകുമടോ. എപ്പോഴും നിന്നോട് ചോദിക്കാറുണ്ടല്ലോ, എന്തിനാടാ എല്ലാ ഈ നാട്ടിൽ വേറെ ഒരാൾക്കും കുഴപ്പമില്ലല്ലോ, നീ എന്തിനാ എല്ലാത്തിനും തർക്കിക്കുന്നത്? എന്തിനാ നീ തടസ്സം നിൽക്കുന്നത്? നിനക്ക് വേറെ ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടല്ലോ. നിങ്ങളെ നിന്റെ പൊന്നാര മകന് തെറ്റ് കണ്ടാൽ അവരെത്തുകൊണ്ടാണ് ഇടപെടുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവർ ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചു പോകുന്നത്, അതുകൊണ്ടാണ് തെറ്റ് കണ്ടാൽ തിരുത്താൻ തയ്യാറാകുന്നത്. അല്ലാതെ മിണ്ടാതെ നടക്കുന്നത് നല്ല സ്വഭാവമല്ലടോ. തന്റെ കണ്ണിന്റെ മുമ്പിൽ പടച്ച റബ്ബേ ഒരു തെറ്റ് കണ്ടാൽ, തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അവര് പ്രതികരിക്കുമടോ, അവര് ചോദിച്ചു പോകുമടോ. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ടാ അവര് പ്രതികരിക്കുന്നത്. അല്ലാതെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുമ്പോ കാണാതെ മിണ്ടാതെ നടന്നു പോകുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം നബി തങ്ങൾ പറയുകയാ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു തെറ്റ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നത് കണ്ടാൽ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ കൈ കൊണ്ട് തടയണേ, നിന്റെ കൈ കൊണ്ട് തടയണേ. അല്ലെങ്കിൽ പടച്ചവനെ നിന്റെ നാവ് കൊണ്ട് തടയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ കൈ കൊണ്ട് തടയണേ. ആരാ സഹോദരാ? പടച്ചവനെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ പരിസരങ്ങളിൽ
എന്തെല്ലാം പീകൂത്തുകൾ നടക്കുകയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പോലും നാണം കെടുത്തുന്ന രീതിയില്, പരിശുദ്ധമായ ദീനിന് സമൂഹത്തിന്റെ മുമ്പിൽ മോശമാക്കുന്ന രീതിയില് അല്ലാഹുവേ പടച്ചവനെ കളിയാക്കാനും പരിഹസിക്കാനും ഈ സമുദായത്തിനെ എങ്ങനെ പരിഹസിക്കാൻ പറ്റുമെന്ന് കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ എന്തും പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്താ, എന്തെല്ലാം പീകൂത്തുകളാണ്. പടച്ചവനെ ഒരു വിഭാഗം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ എന്തെല്ലാം വൃത്തികേടുകളാണ് അരങ്ങേറുന്നത്. ഗാനമേളകൾ നടക്കുകയാണ്, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പാട്ടുകളിട്ട് ആസ്വദിക്കുന്നില്ലേ. ഫർദയിട്ട ഉമ്മമാര് പോലും പടച്ചവനെ, പ്രായം ചെന്ന ഉമ്മമാര് വരെ ഇന്ന് കല്യാണ വീടുകളിൽ പടച്ചവനെ എന്തെല്ലാം ഒന്നും രണ്ടുമല്ല പടച്ചവനെ, മഞ്ഞ കല്യാണം, അറബി കല്യാണം, എന്തെല്ലാം പേരുകൾ പറഞ്ഞിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ, ആ കുടുംബത്തിൽ ഒരാൾ പോലും ഇല്ലാതെ പോയടോ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ച ഒരാൾ പോലും. ഇന്ന് നമ്മുടെ സമുദായം ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന, ഓരോ വീടുകളിൽ നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി വെക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങൾ നടക്കുന്നു. ഒരാൾ പോലും പ്രതികരിക്കാനില്ലല്ലോ. എടോ അങ്ങനെയാണ് ചോദിക്കല്ലേ, എന്തേ വാപ്പ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും തടസ്സം നിൽക്കുന്നേ, എന്തിനാടാ നീ എല്ലാത്തിനും ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് പോലും ഇല്ല പടച്ചവനെ ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയണം സഹോദര. അത് നിന്റെ കടമയാ, നിന്റെ ബാധ്യതയാ. നീ പരസ്യമായിട്ട് നീ പറയണം, എന്റെ വീടിന്റെ അകത്ത് നടക്കൂല, ഒരിക്കലും എന്റെ വീടിന്റെ അകത്ത് ഇത് നടത്താൻ പറ്റൂല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പങ്കെടുക്കത്തില്ല, പറയാൻ കഴിയണം. അതാരൊക്കെ നിനക്കെതിരായാലും ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, നിന്നെ ചിലപ്പോൾ തങ്ങളാ പുതിയ മഹാൻ വന്നിരുന്നൊക്കെ പരിഹസിക്കും. പക്ഷേ നമ്മളുടെ കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നത് കണ്ടാൽ ഒന്നുകിൽ നീ കൈകൊണ്ട് നടത്ത്, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നവരെ കൈകൊണ്ട് തടയ്. അല്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് തടയാമല്ലോ, പറയാമല്ലോ. ആരുടെയും കൈയും കാലും പിടിക്കേണ്ട, നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാമല്ലോ. അതിന് പറ്റത്തില്ലെങ്കിൽ ഈ നടക്കുന്ന പേക്കൂ നിനക്കൊന്ന് വെറുക്കാനെങ്കിലും പറ്റൂലേ? ഞാൻ ഇതിനൊന്നും പങ്കാളിയാവൂല, ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കൂല, പള്ളി വരെ നിക്കാഹ് വഴി ഞാൻ എന്റെ പണി നോക്കി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം വളരെ സങ്കടകരമടോ ഇന്നത്തെ വിവാഹങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പേക്കൂത്തുകളാണ് നടക്കുന്നത്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്തൊരു നിക്കാഹിൽ പോയി, വല്ലാത്ത സങ്കടം തോന്നി. ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു, കഴിക്കാതെ ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ അധികമായ കല്യാണങ്ങളൊന്നും പോകാറില്ല. കാരണം ഇന്ന് നടക്കുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിങ്ങൾ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. നിന്നു ഭക്ഷണം കഴിച്ചാൽ, നിന്നു വെള്ളം കുടിച്ചാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താ? മരുന്നുകൾ കിട്ടാത്ത രോഗം അള്ളാഹു കൊടുക്കും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കല്യാണ വീടുകളിൽ പോയാൽ എരന്ന് തിന്നണം, പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കണം, ക്യൂ നിൽക്കണം. ഇന്ന് വിവാഹ വീടുകളിൽ പോയിട്ട് ക്യൂ നിൽക്കണം, പിരിവെടുക്കാൻ നിൽക്കുന്നവർ എങ്ങനെ യാചിച്ച് തിന്നണം. എന്തിനതിന്റെ ആവശ്യം? വീട്ടിലില്ല ഒന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ടിരിക്കാനുള്ള കസേര പോലും, കാരണം അതൊക്കെ ഇന്ന് വലിയ മോഡലായി മാറിയിരിക്കുന്നു, വലിയ ഫാഷനായി മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, എങ്ങനെയുള്ള കല്യാണങ്ങൾ! എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കണ്ണിന്റെ മുമ്പിൽ തെറ്റ് കണ്ടാൽ തിരുത്തണേ വാപ്പാ, മിണ്ടാതെ നടന്നു പോകരുത്, മിണ്ടാതെ നടന്നു പോകരുത്. ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്താം, എല്ലാവരും നിന്നെ പരിഹസിക്കാം. എങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുമ്പോ ആ തെറ്റ് തിരുത്തിയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും നാണം കെടുത്തിയാലും പലരും പറയാൻ മടിക്കുന്നത്, ഉസ്താദേ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുമോ? വേണമെങ്കിൽ അനുസരിക്കട്ടെ വാപ്പാ, അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? എന്ത് വഅദകൾ
കേൾക്കാമെന്ന ഉമ്മമാരോട് പറയുകയാ, പ്രായമുള്ള ഉപ്പമാരോട് പറയുകയാ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നിങ്ങളത് തിരുത്തണേ. കൈകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തിരുത്ത്, നാവ് കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തിരുത്ത്, ഇല്ലെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് വെറുത്ത് കളയൂ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? കുടുംബക്കാര് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തും, മക്കള് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തും, നിന്റെ കൂടെ കിടക്കുന്നവള് നിന്നെ ഒറ്റപ്പെടുത്തും. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ, നാളെ ഞാനും നിങ്ങളും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ പെങ്ങളെ. ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വന്ന് ചെമ്പിന്റെ തറയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന മഷറയുണ്ടല്ലോ പെങ്ങളെ. നിനക്ക് ആ ദിവസത്തെ കുറിച്ച് അറിയുമോ? ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദേ, എല്ലാ പെണ്ണുങ്ങളും പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന്. പെങ്ങളെ, വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. ഒരുപാട് നിലവിളിച്ചില്ലേ, ഒരുപാട് വേദന സഹിച്ചില്ലേ. എന്നാലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെങ്ങാണം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ, അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ. ആ ഭയാനകമായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവനും ഞാൻ ഈ പറയുന്നത് വരെ എന്റെ വലതു തോളിലിരിക്കുന്ന മലക്കുകൾ എഴുതുകയാ, നിങ്ങളിരിക്കുന്നതും മലക്കുകൾ എഴുതുകയാ. ഈ വഅദ കേൾക്കുന്ന മജ്‌ലിസിലും ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണല്ലോ. ആ നല്ല കാര്യം വലതു തോളിലിരിക്കുന്ന മലക്ക് എഴുതി വെക്കുകയാണ്. പെങ്ങളെ, ഈ വഅദ പറയുന്ന മജ്‌ലിസിലിരുന്നിട്ട് മൊബൈൽ വാട്സപ്പിനകത്ത് കയറിയിട്ട് കാമുകനോട് ചാറ്റുന്നത് ഇടത് തോളിലിരിക്കുന്ന മലക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാ. ഇതെല്ലാം നാളെ പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ കിതാബെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നു, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇത് എന്ത് കിതാബാണ് റബ്ബേ? എല്ലാം ഉണ്ടല്ല അല്ലാ. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ആരും അറിയാതെ ബെഡ്റൂമിന്റെ അകത്ത് വാതിലടച്ചിരുന്ന് ചെയ്തത് വരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ല തമ്പുരാന്. ഇതെന്ത് കിതാബാണ് റബ്ബേ? ഇതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു വിചാരണ ചെയ്യുന്ന പരലോകമുണ്ടല്ലോ. എണ്ണി എണ്ണി ചോദിക്കും ചെറുപ്പക്കാരാ. എല്ലാവരും ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന മശറയുണ്ടല്ലോ. എപ്പോഴും ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ ഹിസാബൻ യസീറാ, എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് ദുആ ചെയ്യുമല്ലോ. എന്നാൽ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തുന്ന വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ച് നാണം കെട്ട് നിൽക്കുമ്പോ അല്ലാഹു നിന്നെ അടുത്തേക്ക് വിളിക്കുകയാ. അല്ല വിളിക്കുകയാണ്. വയുനാദിൽ മുനാദി മിന ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാ, ഇങ്ങടുത്തേക്ക് വരാറ്, ഇങ്ങടുത്തേക്ക് വരാറ്. അല്ലാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്,
ഹിസാബ്, ഇന്ന് വിചാരണയില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല, നീ കാണുന്ന സ്വർഗത്തിലേക്ക് നീ കടന്നു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവരെ ഒരു മനുഷ്യനെ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ഈ വാഴ കേൾക്കുന്ന ഒരു ഉമ്മാനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ആ വാപ്പയാരാണെന്നറിയോ? ആ ഉമ്മയാരാണെന്നറിയോ? അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുത്തവരാ, ആ തെറ്റിനെ തിരുത്തി കൊടുത്തവരാ, അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരാ. അവര് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ വാപ്പമാരേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു ചിലരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കൂല. ആ മനുഷ്യൻ ആരാണെന്നറിയോ? തന്റെ ഭാര്യയുണ്ടല്ലോ, തന്റെ ഭാര്യയുണ്ടല്ലോ, തന്റെ മക്കളുണ്ടല്ലോ, അത് തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത മനുഷ്യനാ. ഭാര്യ ചെയ്യുന്നത് പാപമാണെന്ന് ഭർത്താവിനറിയാ, മക്കള് ചെയ്യുന്നത് പാപമാണെന്ന് വാപ്പയ്ക്കറിയാ, തിരുത്താത്ത വാപ്പാ. അല്ലാഹു നാണം കെടുത്തും വാപ്പാ, അല്ലാഹു കരുണ കാണിക്കില്ല വാപ്പാ. പെങ്ങളെ പഠിക്കണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, കണ്ണിന്റെ മുമ്പിൽ തെറ്റുകൾ നടക്കുമ്പോ ഇന്ന് നമ്മുടെ മക്കളെ കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, നമ്മുടെ മക്കളുടെ വസ്ത്രധാരണയുണ്ടല്ലോ, നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, നമ്മളുടെ മക്കളുടെ ദുസ്വഭാവങ്ങളുണ്ടല്ലോ. പടച്ചവനെ, ന്യൂ ഇയർ ആണല്ലോ, ക്രിസ്മസ് കഴിഞ്ഞല്ലോ, എന്തെല്ലാം വൃത്തികേടുകളാ നമ്മുടെ മക്കള് കാണിക്കുന്നത്, എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. എന്തേ തിരുത്താത്തത്? എന്തേ തിരുത്താത്തത്? സ്വന്തം ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തുന്നില്ലല്ലോ. പെങ്ങളെ, എത്രയോ നിന്റെ പെൺമക്കള് പല വൃത്തികേടുകൾ കാണിക്കുന്നല്ലോ. നിന്റെ പൊന്നുമക്കളുടെ വസ്ത്രം നീ കാണാറില്ലേ? അവര് തലമറയ്ക്കാതെ നടക്കുന്നില്ലേ? ഔറത്ത് മറയ്ക്കാതെ നടക്കുന്നില്ലേ? അവരുടെ ഉള്ളിലുള്ളത് വെളിയിൽ കാണുന്ന രീതിയിൽ പടച്ചവനെ വസ്ത്രം ധരിച്ചു നടക്കുന്ന പെൺമക്കളെ ഉപദേശിക്കാത്ത ഉമ്മ, നീ ഫർദ് കിട്ടിട്ട് കാര്യമില്ലല്ലോ. താടി വളർത്തുന്ന വാപ്പാ, സ്വന്തം മക്കള്, സ്വന്തം ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല വാപ്പാ. ഏത് സാഹചര്യത്തിലാണ് ഉപദേശിക്കണമടോ? ഏത് സാഹചര്യത്തിലാണെങ്കിലും മരണത്തിന്റെ വേളയിലാകട്ടെ, മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുന്ന സമയമാകട്ടെ, ആ സമയത്തിലാണ് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കാണുന്നതെങ്കിൽ തിരുത്താൻ കഴിയണം പെങ്ങളോ, തിരുത്താൻ കഴിയണം ബാപ്പാ. അതാ നമ്മള് മദീനത്ത് പോകുമല്ലോ, മദീനത്ത് ചെന്ന് ജന്നത്തിൽ ബഖീയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ സ്വഹാബത്ത് കിടക്കുന്ന ജന്നത്തിൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമല്ലോ. ആ ജന്നത്തിൽ ബഖീയിലൂടെ കടന്നു പോകുമ്പോ അങ്ങ് മധ്യഭാഗത്തൊരു ഖബർ കാണാം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണെന്നറിയുമോ? ആരാണെന്നറിയോ? ഉസ്മാൻ തങ്ങൾ ആരാണെന്നറിയോ? പഠിക്കണേ ഭർത്താക്കന്മാര്, പഠിക്കണേ ഭർത്താക്കന്മാര്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം സമയം കിട്ടുമ്പോ ഒന്ന് വായിച്ചു നോക്കണേ. നിന്റെ കണ്ണ് നിറഞ്ഞു പോകുമടോ, നീ കൊതിച്ചു പോകുമടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? പടച്ചവനെ, വീട് വളർന്നിരിക്കുകയോ, പള്ളിയിൽ പോകാൻ സമ്മതിക്കാതെ, നിസ്കരിക്കാൻ പോകാൻ സമ്മതിക്കാതെ, രാജ്യം ഭരിക്കാൻ സമ്മതിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ ശത്രുക്കളെ സമ്മതിക്കുന്നില്ല. അവര് വീട് വളഞ്ഞിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. പടച്ച റബ്ബേ,
ഉസ്മാൻ തങ്ങൾക്ക് മനസ്സിലായി ഇന്ന് വധിക്കുമെന്ന്, ഇന്ന് മരിക്കുമെന്ന് ഉസ്മാൻ തങ്ങൾക്ക് ഉറപ്പായി. ഉസ്മാൻ റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. വഅദ കേൾക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കണം, ബാപ്പമാര് പഠിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മൂന്നാമത്തെ ഖലീഫയായ നബി തങ്ങൾ രണ്ട് പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ആ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കയറുകയാ. വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടാ പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ അവിടുന്ന് കയറി പിടിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വാളുകൊണ്ട് വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറിയപ്പോ അതാ ഭാര്യയുണ്ടല്ലോ, മഹദിയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതാ ശത്രുക്കൾ വെട്ടിക്കൊല്ലുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ട് നിലവിളിക്കുകയാ. വെപ്രാളത്തിൽ ചാടി എഴുന്നേൽക്കുകയാ. സ്വന്തം ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോ ഏതൊരു ഭാര്യയ്ക്കാ കണ്ടു നിൽക്കാൻ കഴിയുക? അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുമ്പോ ഉസ്മാൻ തങ്ങളെ വിളിക്കുന്നു, നായില നായില. ഓരോ ഭർത്താവിന്റെയും ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ചരിത്രമാണോ ഉസ്മാൻ തങ്ങളെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് വെട്ടുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് നിന്ന് കരയുന്ന ഭാര്യയോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില. അവരെന്തു വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ നായില, എനിക്കതിൽ സങ്കടമില്ല, എനിക്കതിൽ വിഷമമില്ല. പക്ഷേ ഞാൻ പേടിക്കുന്നത് എന്തെന്നറിയോ? നിന്റെ കാര്യം ഓർത്തിട്ടാണ് നായില, നിന്റെ കാര്യം ഓർത്തിട്ടാണ് നായില. എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല. എന്തേ കാരണമെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. പെങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ്, അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ് നായില. അതുകൊണ്ട് ഔറത്തു മറയ്ക്ക്, തലയിലെ തുണി നേരെ പിടിച്ചിട് നായില. ഏത് സമയത്താ ഭർത്താവ് ഇത് പറയുന്നത്? ഏത് സമയത്തെന്നറിയോ? ശത്രുക്കളെ വീടിന്റെ അകത്ത് വെച്ച് ഉസ്മാൻ തങ്ങളെ കൊല്ലുന്ന സമയത്താണ്. തന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചപ്പോ ആ പിഴവ് പോലും ഉസ്മാൻ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അവസാനം പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അവരായി അവരുടെ ഭാര്യ, അവരായി അവരുടെ കാര്യമായി എന്ന് പറഞ്ഞ് നിസാരമാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. പടച്ചവനെ, അത് ഈമാൻ ഹൃദയത്തിൽ എഴുതിയവരുടെ സ്വഭാവമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കയറിയിട്ട് വെട്ടിക്കൊല്ലുമ്പോ ഭാര്യ ഇത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് വെപ്രാളപ്പെട്ടുകൊണ്ട് കരഞ്ഞപ്പോ തലയിലെ തുണി ഇത്തിരി പുറകോട്ട് മാറിയിട്ട് മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മരിക്കുന്ന വേളയിലും തന്റെ ഭാര്യയോട് പറഞ്ഞ്, എന്റെ കാര്യം വിട്ടേക്ക്,
എന്റെ വിഷയത്തിൽ എനിക്ക് പേടിയില്ല, നിന്റെ വിഷയത്തിലായി എനിക്ക് പേടി. പെണ്ണേ, നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു, നിന്റെ തല മറയ്ക്ക്, നിന്റെ ഔറത്ത് മറയ്ക്ക്, എനിക്ക് അള്ളാഹനെ പേടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ മരിക്കുന്ന സമയത്ത് പോലും തന്റെ ഭാര്യയുടെ തെറ്റിദ്ധരുത്തി കൊടുത്തു, തന്റെ ഭാര്യയുടെ തെറ്റിദ്ധരുത്തി കൊടുത്തു. പടച്ചോനെ, ഇന്ന് ഹാജിയാരുടെ പെണ്ണുമ്പിള്ളയുടെ കോലം ഒന്ന് കാണണം, നമ്മളുടെ മക്കളുടെ വസ്ത്രധാരണയൊന്ന് കാണണം. ഒരു വാപ്പയും ഒരു ഉമ്മയും അധികം പേരും മിണ്ടുന്നില്ല, അവരുപദേശിക്കുന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോകുമ്പോ അള്ളാഹുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് പറയും, എന്നെ പിഴപ്പിച്ചതെന്റെ വാപ്പയാ, എന്നെ പിഴപ്പിച്ചതെന്റെ ഉമ്മയാ, ഞാൻ തെറ്റു ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഇവരെന്നെ നന്നാക്കിയില്ല. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ വാപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണത്തിന്റെ വേളയിൽ നമുക്ക് അള്ളാഹുവെ ഒരു നല്ല മരണം കിട്ടാൻ എത്രയോ പേർ നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ഈമാനുള്ള മരണം കിട്ടാനാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പറഞ്ഞത്, നിങ്ങൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റ് ലസനുണ്ടോ? ബക്കറ്റുണ്ടോ? നടക്കണോ? എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണല്ലോ ബക്കറ്റ് പിരിവെന്ന് പറയുന്നത്. അത് സംഘാടകർക്ക് കിട്ടുന്ന ഒരു നേട്ടമല്ല, നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എന്താണ് ബക്കറ്റ് പിരിവ് കൊണ്ടുള്ള ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദുരന്തങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചവരാ, നിങ്ങൾ കണ്ടവരാ. നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഇന്ന് മണ്ണിനടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക അപകടങ്ങളെ തട്ടിമാറ്റും, എന്റെ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. പലരും പറയും, ഉസ്താദ്, ഞാൻ എന്തും മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. രോഗം മാറാനുള്ള ഒരു മരുന്നെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി സംഘാടകർ കടന്നു വരികയാ. സഹചാരിയെ നിങ്ങൾക്കറിയുമല്ലോ, ആ പാവപ്പെട്ട ചെറുപ്പക്കാര് എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നറിയോ? അല്ലാഹുവേ, പാപങ്ങൾക്ക് വേണ്ടിയാണ്. അതാ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഡയാലിസ് ചെയ്യുന്നവർ, പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവർ, കിടന്ന കിടപ്പിൽ കടന്ന മലമൂത്ര വിസർജനം നടത്തുന്നവർ, അല്ലാഹുവേ, ഇങ്ങനെയുള്ളവർക്കൊരു താങ്ങായൊരു സഹായമായിട്ടാണ് സഹചാരി കടന്നു വരുന്നത്. പടച്ചവനെ, ഒരു ആംബുലൻസ് സമർപ്പിക്കുകയാണ്. അതാ രോഗികൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അവിടെ ആംബുലൻസ് ഇന്ന് സമർപ്പിക്കുകയാ. എന്തിനാ സഹോദരാ? സമസ്തയുടെ മക്കളല്ലേ, 5 നയാ പൈസ പോലും അവരത് വെറുതെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളുമില്ലെന്ന് പറയരുത്, ഒരാളുമില്ലെന്ന് പറയരുത്. അല്ലാഹു തന്നതിൽ എന്തൊരൽപ്പം എടുത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അല്ലാ, എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വെറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും നീ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നിയത്തോടെ ഒരു സദക്ക എടുക്കണോ. ഒരിക്കലും വെറുതെയാകില്ല, ഈ കൊടുക്കുന്ന സദക്ക വെറുതെയാകില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയോ. അതുകൊണ്ട് ഉറക്കം നടിക്കണ്ട, ഒരാളും കണ്ടില്ലെന്ന് നടിക്കണ്ട. ഇതൊരു പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷണമാണ്. നീ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. തോറ്റുപോകല്ലേ ബാപ്പാ, തോറ്റുപോകല്ലേ പെങ്ങള്. അല്ലാഹുവേ, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് വന്ന് നിൽക്കുകയാണ്. ഈ സംഘാടകര ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണ്. അല്ലാ, ഈ ബക്കറ്റിന്റെ അകത്ത് പാപങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചോദിച്ചപ്പോ നിങ്ങൾ എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്നത് ഇമാമല്ല, ഉസ്താദല്ല, പണ്ഡിതനല്ല, ആലിമല്ല, സയ്യിദല്ല. പടച്ചവനെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളാണ്. ആ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റജബ് മാസമാ മക്കളെ, പെങ്ങളെ, റജബ് മാസമാ. അല്ലാഹുവോട് ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് പടച്ചവനെ, മലക്ക് തലയുടെ മുകളിൽ കാത്തു നിൽക്കുകയാണ്. ഈ ബക്കറ്റിന്റെ അകത്ത് നീ ഉള്ളതിൽ പങ്കു കൊടുക്കുമ്പോ ആ മലക്ക് നിനക്ക് അനുകൂലമായിട്ട് ദുആ ചെയ്യുകയാണ്, അനുകൂലമായിട്ട് ദുആ ചെയ്യുകയാണ്. അല്ല, നീ കൊടുക്കാതെ ഇരുന്നാൽ അല്ലാഹു തന്നത് പിടിച്ചു വെച്ചാ മലക്ക് പറയുന്നു, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. പരാജയപ്പെട്ടു പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. റബ്ബേ, കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, ഈ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഈ ബക്കറ്റിന്റെ അകത്ത് 1 രൂപയെങ്കിലും ഇടുന്നുണ്ടോ അവരെ നീ കൈവിടല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ളതാ. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു പങ്ക് കൊടുക്ക്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഈ ബക്കറ്റിന്റെ അകത്ത് 1 രൂപയെങ്കിലും ഇട്ടോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കും. ഞാനിരിക്കാം. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇറങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താം, ദുആ ചെയ്യാം. നല്ല തണുപ്പുണ്ട്. തണുപ്പില്ലേ? തണുപ്പില്ലേ? വീടി വലിച്ചിട്ട് പുക വിടുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പോവാ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, നമ്മളെ കൊണ്ട് കഴിയുന്നതെന്താ ഞാൻ പറഞ്ഞു വന്നത്. എടോ, ഒരു തെറ്റ് കണ്ടാ തിരുത്തണം. അതാരാ?
ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തിരുത്തണം. തിരുത്തേണ്ട രീതിയിൽ തിരുത്തണം. അത് വേറെ നിയമം. ഇപ്പൊ നിങ്ങൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തു, ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ചങ്ങായി അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അത് ഓനെ നാണം കെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ പറയാൻ പാടില്ല. തെറ്റ് കണ്ടാ തിരുത്തേണ്ട രീതിയിൽ. നിന്റെ വീട്ടിൽ ഒരു ആഘോഷം നടക്കുന്നു, കല്യാണം നടക്കുന്നു, ഇപ്പോഴാ ഗാനമേള, മൈലാഞ്ചി, മണ്ണാങ്കട്ട, അത് ഇതൊക്കെ. എന്റെ പൊന്നുമക്കളെ, ഇതൊന്നും ഇവിടെ നടക്കൂല. പടക്കം പൊട്ടിക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി പൊട്ടിച്ചോ. നിനക്ക് എന്തെങ്കിലും ഗാനമേള നടത്തണമെങ്കിൽ അത് നിന്റെ വീട്ടിൽ പോയി ചെയ്യണം. ഇവിടെ പറ്റൂല. ഇതെന്റെ വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്. ഈ വീട്ടിൽ ഞാനാ നിയമം, ഞാനാ ഇവിടത്തെ ഭരണാധികാരി. ഈ വീട്ടിലെ ഭരണാധികാരി ഞാനാ. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇവിടെ അൽഹംദുലില്ലാ എന്റെ വാപ്പ, സ്വന്തം ഭാര്യ, മക്കളെ, ഇതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞു. ഇവിടെ അള്ളാഹുവിനെ പേടിച്ച് ഔറത്ത് മറച്ച് നടന്നാലേ ഞാൻ ഇവിടെ നിൽക്കൂ, അല്ലെങ്കിൽ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പറയണം, തെറ്റ് കണ്ടാ തിരുത്തണം. ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടുമ്പോ തിരുത്താതെ മിണ്ടാതെ നടക്കലല്ലടോ. പെണ്ണുങ്ങളൊക്കെ പറയുന്നു, ഉസ്താദ് സ്വർഗത്തിൽ പോണം, സ്വർഗത്തിൽ പോണം. ഏത് സ്വർഗത്തിലാ പെങ്ങളെ? ഏത് സ്വർഗത്തിലാ പോകണ്ടേ? വയല് കേൾക്കാൻ വരുന്ന പെണ്ണും തലമറച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, തലമറച്ചിട്ടുണ്ടോ പെണ്ണുങ്ങള്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയാ നിന്റെ മുമ്പിൽ നാളെ സ്വർഗത്തിൽ പോകുന്നത്. ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്നാ നീ പോകേണ്ടത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവായ അലിയാര് തങ്ങളോട് പറഞ്ഞു അത്രേ, ഞാൻ മരിച്ച രാത്രിയിൽ അടക്കണം, പകലടക്കരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ രാത്രിയിൽ അടക്കാവൂ, പകലടക്കരുത്. എന്തേ ഫാത്തിമ രാത്രി അടക്കാൻ പറയുന്നത്? എന്താ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞു അത്രേ, എന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകണ സമയത്ത്, ആണുങ്ങളല്ലേ മയ്യത്ത് പൊതിയുന്നത്, മയ്യത്ത് ചുമക്കുന്നത്, ഖബറടക്കുന്നത് ആണുങ്ങളല്ലേ. അപ്പൊ എന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയം എന്റെ ശരീരത്തിന്റെ വടിവുകൾ അവര് കാണും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിൽ ഖബറടക്കിയാ മതി. നമ്മുടെ പെണ്ണുങ്ങള് കടയിൽ പോയി ഫർദ വാങ്ങും, ഇട്ട് നോക്കിയിട്ടാ വാങ്ങണേ. ആ ഡ്രസ്സ് വാങ്ങുന്നത് തന്നെ ഇട്ട് നോക്കിയിട്ടാ. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യും. കാരണം എന്താ? ജിമ്മ്, ശരീരത്തിന്റെ ബോഡി ഒന്ന് പുറത്തു കാണാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് കണ്ടാൽ തിരുത്ത്. ആ തെറ്റ് തിരുത്തുന്ന ഒരു സ്വഭാവം അത് അള്ളാഹു പ്രത്യേകമായിട്ട് ഈമാൻ എഴുതിയവർക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണമാണ്. അങ്ങനെ തെറ്റ് തിരുത്തുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഇവിടെ ചിലപ്പോൾ നാണക്കേടും ഒറ്റപ്പെടുത്തലും പരിഹാസവും കളിയാക്കലും. ഒരു പുതിയ തങ്ങൾ വന്നേക്കുന്നു, വലിയ മഹാൻ വന്നേക്കുന്നൊക്കെ നിന്നെ കളിയാക്കാം, എന്തു ചെയ്യട്ടെ? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അള്ളാഹു പറയും, നീ അടുത്തേക്ക് വന്നോ, ഇന്ന് വിചാരണയില്ല, പൊക്കോ സ്വർഗത്തിൽ. നീ പൊക്കോ. ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമല്ല, ഉംറ ചെയ്തതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചതിന്റെ പ്രതിഫലമല്ല, സദക്ക കൊടുത്തതിന്റെ പ്രതിഫലമല്ല. ഒരു തെറ്റ് തന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടപ്പോൾ അത് തിരുത്തിയ ഒറ്റ കാരണം കൊണ്ട് നാളെ വിചാരണയില്ലാതെ അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ റജബ് മാസമാ. എനിക്ക് പ്രത്യേകമായി പറയാറുള്ളത് റജബ് മാസമാണ്. വയനാടിന്റെ പരിസരത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റജബ് മാസമാ പെങ്ങളെ, മക്കളെ, ന്യൂ ഇയറൊക്കെ കടന്നു വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് എല്ലാം നിങ്ങളുടെ പരിസരങ്ങളിൽ ലഭിക്കുന്നുണ്ട്. പൈസ ഇല്ലാതെ എല്ലാം കിട്ടുമടാ ചെറുപ്പക്കാരാ. മക്കളെ, ഇത് അല്ലാഹുവിന്റെ മാസമാ, അല്ലാഹുവിന്റെ മാസമാ, മറക്കരുത്. റജബുൻ ശുഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണെന്ന് മറക്കരുത്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. വെറുതെ വിടില്ല പടച്ച റബ്ബ്, വെറുതെ വിടില്ല പടച്ച റബ്ബ്. അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തണേ. ആവശ്യമില്ലാത്ത വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കരുത്. 2025 വിട പറയുമ്പോ ഇൽമു പറയുന്ന മജ്‌ലിസിലിരുന്നോ, നിസ്കാരപ്പായിരിരുന്നോ, നന്മകൾ ചെയ്തോ. പുതുവർഷത്തെ പടച്ചവനെ നന്മ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകൂ. പരിസരങ്ങളിലൊക്കെ ഡിസംബർ 31 വഅദ് നടക്കുന്ന മജ്‌ലിസുകൾ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ പോകൂ. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും പടച്ചവനെ ഞാനും ഒരു ഡിസംബർ 31 നിങ്ങളുടെ പരിസരത്ത് വന്ന് വഅദ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പടച്ചവനെ വേങ്ങരയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ
ഡിസംബർ 31 പടച്ചവരെ അതാ വേങ്ങരയുടെ പരിസരത്ത് യതീംഖാനയ്ക്ക് വേണ്ടി പ്രസംഗം നടത്തുകയാ. എന്തിനാണെന്നറിയോ? പടച്ചവനെ, ഡിസംബറുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിലും കലണ്ടർ വെച്ച് 2026 കടക്കുമ്പോ, ലോകം മുഴുവനും തെറ്റിന് വേണ്ടി നടക്കുമ്പോ, അല്ലാഹുവേ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ വഅദിന്റെ മജ്‌ലിസുകൾ വെക്കുന്നത്. എല്ലാവരും പടച്ചവന് നന്മയിലായിട്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉമർ തങ്ങൾ ആഗ്രഹിച്ചത് നല്ല ചെറുപ്പക്കാരെയാണ്, നല്ല ചെറുപ്പക്കാരെയാണ്. അൽഹംദുലില്ലാഹ്, സഹചാരികളുടെ നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാര് അവര് വഅദ് വെക്കുന്നത്, അവര് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പെങ്ങളെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, മരുന്ന് വാങ്ങാനല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാനല്ല. അവര് വരുന്നത് എന്തിനെന്നറിയോ? പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ? രോഗികൾക്ക് വേണ്ടിയാണോ? ഇന്ന് പടച്ചവനെ ഭക്ഷണം കഴിക്കുന്ന മൻസൂറിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ ചെറുപ്പക്കാര് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ. ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാലും അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. വീൽചെയർ വാങ്ങിക്കൊടുക്കാമല്ലോ, ബെഡ് വാങ്ങിക്കൊടുക്കാമല്ലോ, ഓക്സിജൻ സിലിണ്ടർ. പടച്ചവനെ, തണുപ്പ് വല്ലാതെ കൂടിയ നാടാണല്ലോ, പനിയും കഫക്കെട്ടുമായിട്ട് പടച്ചവനെ പലരും വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഉസ്താദേ, ഞങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ വേണം. പടച്ചവനെ, രോഗികൾ ഒരുപാട് പേരുണ്ട്, ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അലർജി കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദേ ഞങ്ങൾക്ക് അവരെയൊക്കെ സഹായിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ 10-30,000 രൂപ വേണം ഒരെണ്ണം വാങ്ങണമെങ്കിൽ. പടച്ചവനെ, ആ മക്കളുടെ ആഗ്രഹം അതാടോ. മക്കളെ വെറുതെയാകില്ല. കള്ളും കഞ്ചാവും മയക്കുമരുന്നിന്റെയും പുറകെ നടക്കുന്ന യുവത്വത്തിന്റെ നടുവില് നിങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെച്ചവരാണ്. അത് വെറുതെയാകില്ല. ഈ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ ഒറ്റക്കെട്ടായി നിൽക്കടാ ചെറുപ്പക്കാരാ. സ്നേഹത്തോട് ആരൊക്കെ എന്ത് പറഞ്ഞാലും എടാ, അല്ലാഹു 2 ചെവി തന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാ. മോനെ, നിങ്ങളെ കുറിച്ച് ആൾക്കാരെന്തും പറയട്ടെ, അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന്റെ തൃപ്തി കരുതിയിട്ട് ഇറങ്ങ ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ചിലപ്പോഴും ഒറ്റപ്പെടുത്താ, ചിലപ്പോൾ നിങ്ങളെ പരിഹസിക്കാ, പലപ്പോൾ നിങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയാ. തളർന്നു പോകരുത് മക്കളെ. എല്ലാവരും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയുവോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണവാർത്ത വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടോ? അന്ന് നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ചിരിക്കണം ചെറുപ്പക്കാരാ. മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ പറ്റണം ചെറുപ്പക്കാരോ. അതിനുള്ള വഴിയാടോ, അതിനുള്ള വഴിയാടോ. അല്ലാഹു തന്ന സമയം പടച്ചവനെ രോഗികൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, ഒരു നേരത്തെ അന്നം കടിക്കാറ് വകയില്ലാത്ത പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നല്ലോ. നഷ്ടമാകില്ല സഹോദരാ. അല്ലാഹു ദുനിയാവിൽ തരുന്ന പ്രതിഫലമാണ് പറഞ്ഞത്. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തില്ലേ? നഷ്ടമാകില്ല ഉപ്പാ, നഷ്ടമാകില്ല പെങ്ങളെ. അല്ലാഹു നിനക്ക് തരുന്നത് നല്ല മരണമാ. പ്രതിഫലം എപ്പോഴാ കാണുന്നതെന്നറിയോ? ആരാ ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുക്കുന്നത്, ഒരു വീൽചെയർ വാങ്ങിക്കൊടുക്കുന്നത്, ഒരു ബെഡ് വാങ്ങിക്കൊടുക്കുന്നത്? ആരുടെയും പേരെഴുതി വെക്കാറില്ല, ഫ്ലക്സ് വെക്കാറില്ല, പേര് വിളിച്ചു പറയാറില്ല. വാട്സപ്പിലൂടെ പ്രത്യേകമായിട്ട് പ്രചരണമൊന്നുമില്ല. നീ കൊടുത്തതാരും അറിഞ്ഞില്ല, നീ കൊടുത്തതാരും അറിഞ്ഞില്ല. എന്നാൽ അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നത് എപ്പോഴും അറിയോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ
70,000-ഓളം വരുന്ന ഒരു സംഘവുമായി 70,000-ഓളം വരുന്ന ഒരു സംഘവുമായി ആകാശത്ത് നിന്നിറങ്ങി വരികയാ. മക്കളെ കണ്ടിട്ടുണ്ടോ? 70,000 പേര് സമസ്തയുടെ 90ാമത്തെ വാർഷികം ആലപ്പുഴയിൽ നടന്നപ്പോ നമ്മൾ ലക്ഷങ്ങളെ കണ്ടവരല്ലേ സഹോദരാ? പടച്ചവനെ അല്ലാ, ഇനി അങ്ങനെ ഒരു മജ്‌ലിസ് കാണാറ്, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു മജ്‌ലിസ് കാണാറ് പടച്ചവനെ ഞാനും നിങ്ങളും ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാ. ഫെബ്രുവരി 1 ഫെബ്രുവരി അധിവാരമാകാൻ കാസർഗോഡേക്ക് പടച്ചവരെ ലക്ഷങ്ങൾ സഞ്ചരിക്കുകയാണ്. സമസ്ത വിളിക്കുകയാണ് 100ാമത്തെ വാർഷികത്തിന് വേണ്ടി. സമസ്ത എന്ന് പറയുന്ന ഈ കൊടും വൃക്ഷമുണ്ടല്ലോ, ഈ പ്രസ്ഥാനമുണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുമ്പോ പടച്ചവനെ ലക്ഷക്കണക്കിന് പേര് ഒരുമിച്ച് കൂടാ കാത്തിരിക്കുകയാ. അല്ലാഹുവേ, ആ മജ്‌ലിസിലൊന്ന് പങ്കെടുക്കാ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ, അതാ 70,000 മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ആകാശലോകത്ത് നിന്ന് 70,000-ഓളം വരുന്ന ഒരു സംഘവുമായി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി വരുന്ന രംഗമുണ്ടല്ലോ. കാണും ചെറുപ്പക്കാരാ, കാണും നിങ്ങള്. അവസാനം റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ എല്ലാ മലക്കുകളും നമ്മുടെ കൈകാലുകൾ പിടിച്ചു വെക്കുകയാണ്. ഇനി തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ പോവുകയാണ്. വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ. ഈ ലോകം തന്നെ പടയ്ക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ സമയത്തെ വേദന സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പറഞ്ഞു, അസ്റായീലേ, വേദനിക്കുന്നു അസ്റായീൽ, വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? അറിയില്ല നബിയേ, അറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അടുത്തിരിക്കുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കൂരിയിട്ട് മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വേദനയാ ആയിഷ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ചെറുപ്പക്കാരാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാ, അള്ളയാണ് പറഞ്ഞത്. മരണത്തിന് വേദനയുണ്ടെന്ന്, മരണത്തിന് വേദനയുണ്ടെന്ന്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു മരണത്തിന് വേദനയുണ്ടെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ മരണം എളുപ്പമാകണോ? ആ മരിക്കുന്ന സമയമല്ലാ കണ്ണിന്റെ മുമ്പിലും മലക്കുകൾ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരും ബാപ്പാ. ഈ പാവപ്പെട്ട രോഗികൾക്ക് സഹായവുമായി നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാ സഹോദരാ. നിങ്ങള് ശരീരത്തിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമിട്ടാ നിങ്ങൾ ഇരിക്കുന്നത്. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി, ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിക്ക് വേണ്ടി എത്ര പൈസയാണ് ചെലവഴിക്കുന്നതെന്നറിയോ? അറിയില്ല പെങ്ങള്. ആഴ്ചയിൽ 3-4 ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടല്ലോ.
പടച്ചവനെ എന്റെ കൂടെ സഹീർ ബദരി എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ഉണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ഉസ്താദേ, മാനന്തവാടിയുടെ പരിസരത്ത് നിന്ന് വന്ന ചെറുപ്പക്കാരനാണ്. ഉസ്താദേ, നിങ്ങളുടെ വഴുത കേൾക്കാറുണ്ട്, വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവരെ ഉസ്താദേ, ഞാൻ ഡയാലിസിസ് ചെയ്യുകയാണ്, കിഡ്നി രോഗിയാണ്. വിവാഹം പോലും കഴിക്കാത്ത ആ ചെറുപ്പക്കാരന്റെ സംസാരം കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നടോ. പടച്ചവനെ പെട്ടെന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ മാറ്റിവെച്ചില്ല, എന്തേ നിങ്ങൾ മാറ്റിവെച്ചില്ല, ഒന്ന് പരിശ്രമിച്ചുകൂടായിരുന്നോ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, മാറ്റിവെച്ചതാ ഉസ്താദേ, കിഡ്നി മാറ്റിവെച്ചതാ ഉസ്താദേ, പക്ഷേ ഫെയിലായി പോയി. പടച്ചവനെ പിന്നീടത് ഫെയിലായി പോയി. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മരുന്ന് കഴിക്കാറില്ലായിരുന്നോ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, മരുന്ന് കഴിക്കുന്നത് കുറവായിരുന്നോ, മരുന്ന് കഴിക്കുന്നത് കുറവായിരുന്നു. പടച്ചവനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് മരുന്ന് കഴിക്കുന്നത്. ഓരോ ദിവസവും എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. പക്ഷേ ഞാൻ ഇടവിട്ടാണ് കഴിക്കുന്നത്. അവിടെ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, എന്തേ നിങ്ങൾ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാതിരുന്നത്? സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദ്, ഒരാഴ്ചയിൽ 7000 6000 7000 രൂപ വേണം മരുന്ന് വാങ്ങാൻ. പൈസ ഇല്ല ഉസ്താദേ, പൈസ ഇല്ല ഉസ്താദേ. കണ്ണ് നിറഞ്ഞു പോയടോ. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കിഡ്നി രോഗം കാരണം പൈസ പോകുന്നത് അറിയാറില്ലടോ. ക്യാൻസർ പടരുന്ന പോലെ പടരുകയാണ്. ഓരോ കുടുംബങ്ങളിൽ രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള പാവങ്ങൾക്ക് സഹായം ചെയ്ത പെങ്ങളെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി പടച്ചവനെ നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പേര് വിളിച്ചു പറയൂല, നീ ആരാണെന്ന് എല്ലാവരെയും നോക്കെന്ന് പറഞ്ഞ് കാണിക്കൂല. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ മരിക്കുന്ന സമയത്ത് കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരികയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരും പെങ്ങള്. സ്വർഗം കണ്ടിട്ട് മരിക്കാ. പടച്ചവനെ, എന്തെല്ലാം രോഗങ്ങളാടോ. അതാ എന്റെ പള്ളിയുടെ പരിസരത്ത് ഈരാറ്റുപെട്ടയോ കാഞ്ഞിരപ്പള്ളിയിലോ ഉള്ള ഒരു സഹോദരന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്കും മഞ്ഞപ്പിത്തമാണ്. 8.5 മാസമായി ഞാൻ റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കാ, മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല ഉസ്താദേ. ഞാൻ പടരുന്നത് കാരണം എന്നെ റൂമിന്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, പലരും രോഗം പിടിച്ച് കിടക്കുന്നുണ്ടോ, എഴുന്നേക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന പാവപ്പെട്ട രോഗികളുണ്ടോ. അവരുടെ സങ്കടം നമുക്കറിയാഞ്ഞിട്ടാ, അവരുടെ പ്രയാസം നമുക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നവരുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തെ തൊലികൾ പോലും പൊട്ടിയ ഉപ്പമാരുണ്ടോ. അല്ലാഹുവേ, അങ്ങനെയുള്ള രോഗികൾക്ക് നീ ശിവ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ മജ്‌ലിസിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ പടച്ചവരെ, ഈ മക്കൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ. അങ്ങനെ എഴുന്നേറ്റും പുറത്തുമൊന്ന് ബാത്റൂമിൽ പോകാൻ
പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നവർക്കൊരു വീൽചെയർ സഹായമല്ലേ? പടച്ചവനെ, വീടിനകത്ത് കിടക്കുന്ന ബെഡിനകത്ത് കിടന്നിട്ട് പുറത്തെ തൊലിയൊക്കെ പൊട്ടിപ്പോകുന്നല്ലോ ഉസ്താദേ. ഒരു ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളിൽ ആർക്കാ കഴിയുന്നത്? ഓക്സിജൻ സിലിണ്ടർ വേണമല്ലോ. ശ്വാസം മുട്ടല് ചെറുപ്പക്കാരാ, ഒരു നിമിഷമൊന്ന് ഒരു നിമിഷമൊന്ന് ശ്വാസം മുട്ടിയ എന്തൊരു പ്രയാസമാണെന്നറിയോ? ഈ തണുപ്പത്ത് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങളുടെ നാട്ടിലുണ്ട്. അവർക്കൊരു സഹായത്തിന് വേണ്ടിയാണ് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആരോടും നിർബന്ധിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല. റജബ് മാസത്തിൽ പടച്ചവനെ, അല്ലാഹു മനസ്സ് കൊടുത്തവർക്കല്ലേ കൊടുക്കാൻ കഴിയൂ? അല്ലാഹു മനസ്സ് കൊടുത്തവർക്കല്ലേ കൊടുക്കാൻ കഴിയൂ? മനസ്സറിഞ്ഞുകൊണ്ട് ഉസ്താദേ ഞാൻ വാങ്ങിത്തരാ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം ഞാൻ തരാ. ഒരേ ഒരു പ്രതിഫലം ഖുർആൻ പറയുകയാ, ഒരേ ഒരു പ്രതിഫലം ഖുർആൻ പറയുകയാ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗമാണ് പ്രതിഫലം. ആർക്കാണ് വേണ്ടത്? ആർക്കാണ് വേണ്ടത്? ഒരു സ്വർഗം ആർക്കാണ് വേണ്ടത്? അല്ലാഹു ചോദിക്കുകയാണ്. ഏ സഹോദരാ, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നിനക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് സ്വർഗം തരാം, നിങ്ങൾക്ക് സ്വർഗം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആരെയും പറഞ്ഞു വെച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നുമില്ല. എനിക്കറിയാം സുഖമില്ലാതെ കടന്നാലുണ്ടാകുന്ന പ്രയാസം എന്താണെന്ന്. അത് അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, അല്ലാഹുവേ, അങ്ങനെ കഷ്ടപ്പെടുന്ന രോഗിക്ക്, എന്താ ഓക്സിജൻ സിലിണ്ടർ അല്ലേ അപ്പൊ എന്റെ പേരെന്താ? എന്തുമാകട്ടെ, അൽഹംദുലില്ലാ. അത് അനത്തുറാവൂ ഒരെണ്ണത്തെ 38,000 രൂപയാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിൽ അതൊരു വീട്ടുകാർക്ക് കൊടുക്കാനല്ല, ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കും. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടവര്, 38,000 രൂപയാണ് അതിന്റെ വില. ഒരുമിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ. ഞാൻ അങ്ങനെയൊന്നും നിർബന്ധിക്കുന്നില്ല ഉസ്താദെ. ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക, ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ, ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അതിലേക്ക് തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഉസ്താദെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക, സംഘാടകരൊന്ന് പോകണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യട്ടെ. ഇത്രയും പേരുടെ ഇടയിൽ ഉസ്താദെ ഇൻഷാ അല്ലാഹ് അത് വാങ്ങുന്നതിന് വേണ്ടി ഒരു 5,000 10,000 ഇന്ന് തന്നെ കൊടുക്കണ്ട, സമാധാനത്തിൽ നിങ്ങൾ കൊടുത്താൽ മതി. അല്ലാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. അല്ലാഹു ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അല്ലാഹ് തിരഞ്ഞെടുക്കും. നിങ്ങൾ വിചാരിക്കണ്ട പൈസ ഉള്ളവൻ മിണ്ടാതെ ഇരിക്കും, വാടക വീട്ടിൽ കിടക്കുന്നവൻ കൊടുക്കും. അത് അല്ലാഹ് കൊടുക്കുന്ന മനസ്സാണ്. കാരണം 1 രൂപ സദക്ക ചെയ്യണമെങ്കിൽ 70 ഇബ്ലീസ് കൈ കയറി പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 ശൈത്താന്മാരെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദക്ക കൊടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നാട്ടിലെ രോഗികൾക്ക് വേണ്ടിയല്ലേ, അൽഹംദുലില്ലാ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഇൻഷാ അല്ലാഹ് ഉണ്ടോ മോനെ? ആരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യൂ. ഒരെണ്ണം പിടിച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. പേര് പറയണ്ടേ? വേണ്ടടാ മക്കളെ, എനിക്കറിയാം ആളാരാണ്. പേര് വേണ്ട. കാരണം എന്തേ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചിലര് പറവയെ പോലെ പറന്ന് സ്വർഗത്തിൽ പോകും. അപ്പം സ്വർഗത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മലക്ക് ചോദിക്കും, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തേ ഇത്ര പെട്ടെന്ന് ഇനി വന്നേ? എന്ത് നന്മ ചെയ്തിട്ടാണ്? ഞാൻ പറഞ്ഞല്ലോ പേരൊന്നും വേണ്ടടാ മക്കളെ. അൽഹംദുലില്ലാ 2 സഹോദരങ്ങൾ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ ഉസ്താദെ ഒരെണ്ണം ഞങ്ങൾ വാങ്ങിത്തരാം. അത് 38 40 എത്രയാകട്ടെ. അൽഹംദുലില്ലാ രോഗികൾക്ക് വേണ്ടിയല്ലേ. പറ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ പടച്ചവനെ,
ആരാണെന്ന് നിനക്കറിയാം. പടച്ചവനെ നീയാണ് മനസ്സ് കൊടുത്തത്, അല്ലാ നീയാണ് തെരഞ്ഞെടുത്തത്. പടച്ചവനെ പാപപ്പെട്ട രോഗികൾക്ക് വേണ്ടി അല്ലാഹുവേ ആ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ അഫ്ദൽ ദിക്ർ 70,000 ഇരട്ടിയാക്കി അവരുടെ കുടുംബത്തിൽ മരിച്ചവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ആ സഹോദരന്റെ കുടുംബത്തിലോ ആ സഹോദരന്റെ ശരീരത്തിലോ ഉണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ റജബ് മാസമാ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക്? ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. ഉണ്ടോ? ഞാൻ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ 5 ചെറുപ്പക്കാര് കൂടെ ചേർന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒരെണ്ണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ 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 ഈ സദസ്സിൽ പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട് പടച്ചവനെ. എത്രയാണ് കയ്യിലുള്ള സ്വർണ്ണമെന്നറിയാത്ത പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് പടച്ചവന്. ഒരെണ്ണം പോലും അനങ്ങിയില്ല റബ്ബേ, ഒരെണ്ണം പോലും മനസ്സ് കാണിച്ചില്ല റബ്ബേ. 5 ചെറുപ്പക്കാര് ചേർന്നുകൊണ്ട് ഉസ്താദ് ഞങ്ങൾ വാങ്ങിത്തരാ. ആ മക്കളുടെ സദക്ക സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അവരെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവരെ മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സ്വഭാവമാക്കണേ അല്ലാ. നിങ്ങൾ മാത്രമേ ഉള്ളൂ സംഘാടകനായിട്ട്. ഒരാൾ ഒന്ന് പോടോ, പോയിട്ട് പെണ്ണുങ്ങളെടുത്ത് വിട്ടു. പെണ്ണുങ്ങളെടുത്ത് ആരെങ്കിലും അല്ലാ എനിക്ക് 3 എണ്ണം വേണം. ഇപ്പൊ 2 എണ്ണമായി, ഒരെണ്ണം കൂടെ വേണം. പോയിട്ട് വാ ഇൻഷാ അല്ലാ. അല്ലാഹു ഇഷ്ടപ്പെട്ടു അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഒരു സഹോദരൻ ഉമ്മാന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ. പിന്നെ ചക്കര ജാബിർ എന്ന് പറയുന്ന സഹോദരൻ 5000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ രോഗിയാണ് റബ്ബേ, ശിഫ നൽകണേ അല്ലാ. സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നു റബ്ബേ, ശിഫ നൽകണേ അല്ലാ. ഉമ്മാടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോനെ അനുഗ്രഹിക്കണേ അല്ലാ. ജാബിർ എന്ന് പറയുന്ന സഹോദരൻ 5000 രൂപ സദഖ ചെയ്യുന്നു റഹ്മാന്. കൈവിടല്ലേ തമ്പുരാന്, പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റഹ്മാന്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. പേര് പറയേണ്ട ഒരു സഹോദരൻ 5000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ പേര് നിനക്കറിയാമല്ലാ, വീട് നിനക്കറിയാമല്ലാ, മനസ്സു നിനക്കറിയാമല്ലാ. റബ്ബേ കൈവിടല്ലേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാ 3 പേര് 5000 രൂപ.
ഇൻഷാ അല്ലാഹ്. ആരാപ്പ അൽഹംദുലില്ലാ ആരെങ്കിലും ഒരു 5000 രൂപ കൊടുക്കാൻ മനസ്സുള്ള ഒരു ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം അൽഹംദുലില്ലാ. ഒരു ഇത് വേങ്ങുന്നതിന് വേണ്ടിയാണല്ലോ. ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. വാ, കൊറോണ ഒന്നുമില്ല, വാ ദുആ ചെയ്യട്ടെ. വാ ഇങ്ങ് വാ, വാ മക്കളെ ഇറങ്ങിക്കോ. റോഡിൽ നിൽക്കുന്ന എല്ലാം ഇറങ്ങിക്കോ. ഒന്നീ താഴെ ഇറങ്ങി, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാ. അവിടെ നിൽക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന മജ്ലിസിൽ ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ എല്ലാവരും സാധേ കുഞ്ഞിന് സുഖമില്ല, 2 സർജറി കഴിഞ്ഞു. 3ാമതൊരു സർജറിക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞിരിക്കുകയാ. പടച്ചോനെ ആ കുഞ്ഞിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു നീ അറുത്തു മുറിക്കല്ലേ പടച്ചോനെ. അല്ലാഹു ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് തണുപ്പ് കൊണ്ട് ശീലം ഉണ്ടല്ലോ, നിങ്ങൾ അതിനടിയിൽ എല്ലാം ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാ. പേര് പറയാത്ത ഒരു സഹോദരൻ പടച്ചവനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ 5000 രൂപ സ്വതക്ക ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ 20000 രൂപ ഇൻഷാഅല്ലാഹ് വേണം. റഷീദ് തരുവണല്ലേ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ ഒരു പെണ്ണ് പോലും പറഞ്ഞില്ല അല്ലാ. ഒരു പെണ്ണ് പോലും, ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരാള് പോലും 1 രൂപ സദഖ കൊടുക്കാൻ പറഞ്ഞില്ല തമ്പുരാനെ. അല്ലാഹുവേ റഷീദിന്റെ സദഖ സ്വീകരിക്കണേ റഹ്മാനെ. കൈവിടല്ലേ തമ്പുരാനെ. പ്രയാസങ്ങളെ മാറ്റണേ തമ്പുരാനെ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റഹ്മാനെ. നല്ല മരണം കൊടുക്കണേ അല്ലാ. 25000 കുടുംബത്തിൽ അസുഖം മാറുന്നതിന് വേണ്ടി സാജിദ് അമാനി ഉസ്താദ് അല്ലേ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ സാജിദ് ഉസ്താദ് പഴയ ഇമാമാണ് തമ്പുരാനെ. അല്ലാഹുവേ 5000 രൂപ സ്വതക്ക ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. 30000 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 30000 ആയി. ഇനി 2 പേര് കൂടെ വേണം ഇൻഷാ അല്ലാഹ്. ഒരു സിലിണ്ടർ വാങ്ങും. അൽഹംദുലില്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 3 ചെറുപ്പക്കാര് കൂടെ ചേർന്നുകൊണ്ട് ഉസ്താദേ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിക്കൊടുക്കാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ. ആ മക്കളുടെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അവരുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. എല്ലാ